പരമ്പരകൾ നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റും അതുപോലെ തന്നെ സിനിമാ നടികളും ഒക്കെ ഉയർത്തി വന്നിരിക്കുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസം ജൂനിയർ ആർട്ടിസ്റ്റിന്റെ സുഹൃത്തിന്റെ തള്ളെ വരെ വെറുതെ വിടാൻ ഈ മുകേഷ് എന്ന് പറയുന്ന ഈ കാവാലികന് സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചാല് നമുക്ക് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ സ്ത്രീപക്ഷം അതുപോലെ തന്നെ തൊഴിലാളി വർഗം സുനിൽ, അജിത് കുരീപ്പുഴ, ശ്രീ നയാസ്, പ്രിയപ്പെട്ട കൃഷ്ണവേണി, അഡ്വക്കേറ്റ് ഫേബ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ ഗീതാകൃഷ്ണൻ, ശ്രീ പ്രാക്കുളം സുരേഷ് അടക്കമുള്ള നേതാക്കളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ ദിവസത്തെ ഈ പ്രതിഷേധ പരിപാടി തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗകൻ സൂചിപ്പിച്ചതുപോലെ എം മുകേഷ് MLA രാജിവെക്കുക എന്നുള്ളത് മാത്രമാണ് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ആവശ്യമെന്ന് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഇന്നത്തെ ഈ സമരപരിപാടിക്ക് അടിസ്ഥാനമായിട്ടുള്ള കാരണങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഏറെ ദിവസങ്ങളായിട്ട് കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? നമ്മൾ ആലോചിക്കണം. എം മുകേഷ് എന്ന് പറയുന്ന MLAയുടെ പേര് എത്ര തവണയാണ് ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമാ രംഗത്തുള്ള സ്ത്രീകൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ട് കേരളത്തിലെ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം മുകേഷിനെ രാജിവെക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുന്നില്ല എന്നുള്ളതും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. മുകേഷ് എന്ന് പറയുന്ന വ്യക്തി സിനിമാ നടൻ മാത്രമല്ല, സിനിമാ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അങ്ങനെ തന്നെ പോകട്ടെ, പക്ഷേ രാഷ്ട്രീയ രംഗത്തെ പെർഫോമൻസ് അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ദൃശ്യമാധ്യമങ്ങളടക്കം നോക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ആരോപണം വന്നപ്പോൾ തന്നെ വിനയാന്യുതനായി മുകേഷ് MLA മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞത് എന്താ? മുകേഷ് പറഞ്ഞത് വളരെ ബാലിശമായിട്ടുള്ള ചില ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നാണ്. അതായത് മുകേഷ് പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആരോപണം ബാലിശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആരോപണം ഉന്നയിക്കുന്ന പെൺകുട്ടിയെ വീണ്ടും അപമാനിക്കാൻ മുകേഷ് ശ്രമിച്ചു. വീണ്ടും തൊട്ടടുത്ത സമയം വീണ്ടും മുകേഷ് പറയുന്നത് എന്താ? എനിക്ക് CPM-ൻ്റെ MLA ആയതുകൊണ്ടാണ്, ഞാൻ CPM-ൻ്റെ MLA ആയതുകൊണ്ടാണ് എനിക്കെതിരെ ആരോപണമെന്ന് പറഞ്ഞു. അവിടെ മുകേഷ് ശ്രമിച്ചതെന്താ? മുകേഷ് അവിടെ ഒരു കവചമുണ്ടാക്കാൻ ശ്രമിച്ചു. CPM-ൻ്റെ MLA എന്നുള്ള നിലയിൽ, പാർട്ടിക്കാരനാണ് എന്നുള്ള നിലയിലുള്ള ഒരു കവചമുണ്ടാക്കാൻ മുകേഷ് ശ്രമിച്ചു. അത് രണ്ടാമത്തെ തെറ്റ്. ജനങ്ങളുടെ മുന്നിൽ പറയുകയാണ്, എനിക്ക് ഓർമ്മയില്ല. ഒരു തവണയല്ല പറഞ്ഞത്, 2 or 3 തവണ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലാത്ത ഒരാൾ എങ്ങനെ കേരള നിയമസഭയിൽ ഈ ജനങ്ങളെ പ്രതിനിധീകരിക്കുമെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയണ്ടേ? ഓർമ്മയില്ല എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, ഓർമ്മക്കുറവ്. ആ അസുഖം വരുന്ന ആളുകളോട് സഹതാപമുണ്ട്. പക്ഷേ ഒരു ജനപ്രതിനിധി പറയുകയാണ് ഓർമ്മയില്ല. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് മുകേഷിനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. മുകേഷ് പറയുന്ന കാര്യം എന്താ? ആരോപണം ഉന്നയിച്ച ആളുകൾ മുകേഷിന് ബ്ലാക്ക് മെയിൽ ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. ഒറ്റ ചോദ്യമുള്ള നടി തന്നെ ചോദിച്ച ചോദ്യം ഞാൻ ആവർത്തിക്കാം. മുകേഷ് ഒരു MLA അല്ലേ? നാട്ടിലെ നിയമത്തെ സംബന്ധിച്ച് അയാൾക്ക് അറിയില്ലേ? അയാൾ എന്ത് ചെയ്യണം? ഒരു MLAയെ ബ്ലാക്ക് മെയിൽ ചെയ്താൽ അത് വെച്ചിട്ട് പോലീസിൽ പരാതി കൊടുക്കണ്ടേ? മുകേഷ് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതി ഒന്ന് പുറത്തേക്ക് വിട്. ഇതെല്ലാം കഴിഞ്ഞ് അവിടവും കഴിഞ്ഞ് അമരവും കഴിഞ്ഞ് ഇപ്പം പറയുകയാണ് ബ്ലാക്ക് മെയിൽ തന്ത്രമാണ്. മുകേഷ് ഇതിനകത്തുനിന്ന് മുകേഷിന് പിന്മാറാൻ കഴിയില്ല. മുകേഷ് ചെയ്തിരിക്കുന്ന വലിയ തെറ്റ്, അതിനിനിയും ഉപോത്ബലകമായിട്ടുള്ള നിരവധി തെളിവുകൾ. ഇത് ഒരെണ്ണം മാത്രമാണോ? ഇനിയില്ലേ? ഇപ്പം നിലവിൽ 3 എണ്ണത്തിന് 3 പരാതിക്ക് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം മുകേഷിനുണ്ട്. അതുകൊണ്ട് തന്നെ മറുപടിയല്ല ഞങ്ങൾക്ക് ആവശ്യം, മുകേഷ് രാജിവെക്കുക തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അതിൽ നിന്നൊരു മാറ്റവുമില്ല. ഇത് പറയുമ്പോൾ ഇന്ന് വേറൊരു വാർത്ത പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. മുകേഷ് ഏതാണ് ചലച്ചിത്ര
സമിതി നയരൂപീകരണ സമിതി എന്ന് രാജിവെച്ചെന്നുള്ളത്. നയരൂപീകരണ സമിതിയിൽ വെക്കാൻ പറയുന്നു, അതിനകത്ത് രാജിവെക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. മുകേഷിന് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ അംഗമായി ഇരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് UDF-നെ സംബന്ധിച്ചും കേരളത്തിലെ സംബന്ധിച്ചും ഈ കൊല്ലത്തെ ജനതയെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. മുകേഷ് രാജിവെക്കേണ്ടത് അതിനകത്തുനിന്നല്ല. മുകേഷ് രാജിവെക്കേണ്ടത് കേരള നിയമസഭയിൽ നിന്ന് തന്നെയാണ്. രാജി ചെറിയാൻ കോൺക്ലേവ് നടത്താൻ പോവുകയാണ്. എന്തിനാണ് ഈ കോൺക്ലേവ്? ആരെ വെച്ചുകൊണ്ടാണ് ഈ കോൺക്ലേവ്? സജി ചെറിയാൻ നടത്താൻ പോകുന്ന കോൺക്ലേവില് മുകേഷും പരാതിക്കാരും എല്ലാവരും കൂടി ഇരുന്നുള്ള കോൺക്ലേവ് നടത്താൻ പോകുന്നെങ്കിൽ ആ കോൺക്ലേവ് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് UDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ഇവിടെ പരാതിക്കാരും അതുപോലെ കുറ്റാരോപിതരും എല്ലാവരും കൂടി ഇരുന്നുകൊണ്ടുള്ള ഒരു കോൺക്ലേവ് നടത്തിയല്ല ഇതിന് പരിഹാരം കാണേണ്ടത്. ഇവിടെ കൃത്യമായിട്ടുള്ള ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നേടിക്കൊടുക്കുക എന്നുള്ളത് പൊതുപ്രവർത്തകരെന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയാണ്. ഞാനിനി ഇതിന്റെ പിന്നാമ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളിലേക്ക് കടക്കാം. ഇടതു മുന്നണിയുടെ കഴിഞ്ഞ 7 ദിവസങ്ങളായിട്ടുള്ള അവരുടെ പ്രസ്താവനകൾ എന്താ? ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് വലിയ ഒരു നയം കൊണ്ടുവന്നിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്ന് ഈ മേഖലയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പോയില്ലേ മാതൃകാപരമായ നിലപാടെടുക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്? എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഒരു യുവനടിക്കെതിരെ ബലാത്സംഗ കൊട്ടേഷൻ കൊടുത്ത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത് ഭയന്ന ഭീതിയോടെ അമ്മമാരും സഹോദരിമാരും അടക്കം പ്രതികരിക്കാൻ തുടങ്ങി. WCC എന്ന് പറയുന്ന ഒരു വനിതാ സംഘടനയ്ക്ക് യുവനടിമാരടക്കമുള്ളവർ ഉൾപ്പെട്ടുകൊണ്ട് രൂപം കൊടുത്തു. കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിരവധി തവണ കണ്ടു. കേരളത്തിലെ പൊതുരംഗത്തുള്ള UDF-ന്റെ നേതാക്കന്മാർ അന്തരിച്ച PT തോമസിനെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇതിനകത്ത് ശുദ്ധീകരണം വേണമെന്ന് പറയുമ്പോൾ മുകേഷിനെ പോലെ ഇനി മറ്റാരുടെയും പേര് ഞാൻ കൊല്ലത്ത് ഇപ്പോൾ തൽക്കാലം പറയാത്തതാണ്. കാരണം കൊല്ലത്തെ സംബന്ധിച്ച് ജനങ്ങൾ തിളച്ചുമറിയുകയാണ്. ഈ മുകേഷിൻ്റെ രാജി കാണുന്നത് വരെ അവരൊക്കെ ഒന്നും സമാധാനമില്ലാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കട്ടെ, വീണ്ടും മുകേഷ് എന്തെല്ലാം തരത്തിലുള്ള കവചം അണിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ വന്നാലും മുകേഷ് എന്ന് പറയുന്ന മനുഷ്യൻ ആട്ടിൻ തോലിട്ട ചെന്നായിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കേരളം ഇന്ന് ഏറ്റവും പിന്നിലാണ്. തുറന്ന് പറയുന്ന നടികളെ ഭാഗ്യലക്ഷ്മി, ഞങ്ങളുടെ പാർട്ടിക്കാരൊന്നും ഞങ്ങൾ രാഷ്ട്രീയമല്ല ഇതിനകത്ത് കാണുന്നത്. ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന അറിയപ്പെടുന്ന സാമൂഹ്യ മേഖലയിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു ആർട്ടിസ്റ്റിനെ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താ, ഇതിനകത്ത് ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞാൽ വീട്ടിൽ കയറി തല്ലുമെന്ന് പറഞ്ഞെങ്കിൽ ഒരു സീസണൽ കാര്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീ മുകേഷിന്റെ MLA കടന്നു വന്നത്. ഇതിനകം തന്നെ MLA-യുടെ 8 വർഷത്തിന് രണ്ടാമത്തെ വിവാഹം അദ്ദേഹം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭാര്യ എന്ന് പറയുന്നത്, സ്ത്രീ എന്ന് പറയുന്നത് അദ്ദേഹത്തിനൊരു ലൈംഗിക ഉപകരണമായി മാത്രം കാണുന്നൊരു നേതാവെന്ന വാക്കിന് പോലും അദ്ദേഹം അർഹനല്ല. തകർത്ത് തരിപ്പണമാക്കിയൊരു മേഖല സാംസ്കാരിക രംഗം. ശ്രീമതി ഷാനിമോൾ ഉസ്മാനോട് സൂചിപ്പിച്ചത് കൊല്ലത്തിനൊരു പ്രത്യേകതയുണ്ട്. കൊല്ലം ഒരു സാംസ്കാരിക കേന്ദ്രമാണ് എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും തന്നെ അപമാനകരമാണ്. ഇവിടെ ബഹുമാനിയായ ഉദ്ഘാടക എല്ലാ കാര്യങ്ങളെ പറ്റിയും ദീർഘമായി തന്നെ പ്രതിപാദിച്ചു. ഇവിടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, നമുക്ക് ആർക്കും ഒരു പ്രതീക്ഷയുമില്ല. പിണറായി വിജയൻ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മുകേഷിന്റെ രാജി ആവശ്യപ്പെടാനുള്ള അത്രയും വലിയ ചങ്കുറപ്പൊന്നും ശ്രീ പിണറായി വിജയനിൽ അദ്ദേഹം സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് 2016